So guys, I'm Adi. So ഞാൻ വീണ്ടും ഇൻസ്റ്റ എടുത്ത്. അപ്പോഴൊക്കെ ഞാൻ ഒരു ഹാർട്ട് ബ്രേക്കിന് ശേഷമാണ് ഇൻസ്റ്റ എടുക്കുന്നത്. അതിനു മുമ്പ് ഹാർട്ട് ബ്രേക്ക് ഉണ്ടായതിന് ശേഷമാണ് ഇൻസ്റ്റ കളയുന്നത്. സോ അന്ന് ഞാൻ തീരുമാനിച്ചതാണ് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ അച്ചീവ് ചെയ്യണം, സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം, എന്തെങ്കിലും സംതിങ് ആരെങ്കിലുമൊക്കെ കൊണ്ട് എന്തെങ്കിലും വില കൽപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പൊസിഷനിൽ എത്തണമെന്ന്. അന്നതിൻ്റെ ആ ഒരു തീരുമാനം എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻസ്റ്റാഗ്രാം ഞാൻ റിമൂവ് ചെയ്തത്. അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തു, ഡിലീറ്റും ചെയ്തു. സോ ഇന്നിപ്പം കുറേ കാര്യങ്ങൾ പഠിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുമ്പം പ്രൗഡാണ്. വലിയ ഗ്രോത്തൊന്നും ഉണ്ടായിട്ടില്ല, ചെറിയ ഗ്രോത്ത് ആണെങ്കിൽ കൂടി ഞാൻ ആ ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചല്ലോ എന്നുള്ള ഒരു റെസ്പെക്റ്റ് ഉണ്ട് എനിക്ക് എന്നോട് തന്നെ. സോ ഞാൻ വളരെ അടുത്ത് ഇൻസ്റ്റ വീണ്ടും എടുത്ത്. കുറേ നാൾക്ക് മുമ്പുണ്ടായിരുന്ന ഫീഡല്ല എനിക്കിപ്പോൾ എൻ്റെ ഇൻസ്റ്റയിൽ. അതിൽ കുറേ പേര് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, സെൽഫായിട്ട് വളരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അറിയാത്തവരാണെങ്കിൽ കൂടി അവർ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ലൈഫിൽ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രൊഡക്റ്റീവായി അവർ യൂസ് ചെയ്യുന്ന കാണുമ്പോൾ എന്തോ ഭയങ്കര സന്തോഷം തോന്നും. ഞാൻ ടൈം കുറേ കളഞ്ഞിട്ടുണ്ട്, സ്റ്റിൽ കളയുന്നുമുണ്ട്. ഞാൻ ഒരിക്കലും ഞാൻ ഒരു പെർഫെക്റ്റാണെന്ന് ഞാൻ എവിടെയും പറയുന്നില്ല. സോ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും സെൽഫായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നവരുണ്ട്, കൂടുതലുണ്ട്. എൻ്റെ ഫീൽഡിൽ കൂടുതൽ അവരാ. ബട്ട് അതിന് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുറേ ആളുകൾ ഇപ്പോഴും ഫോണിൻ്റെ അഡിക്ഷൻ, ഇല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഓരോ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലികൾ വളർന്നു വരുന്ന ഒരു ആൾക്ക്, അതും ഒരു ആൺകുട്ടിയാണെങ്കിൽ അവൻ നേരിടാൻ പോകുന്നത് വലിയൊരു ക്രൈസിസാണ് അവൻ്റെ ലൈഫിൽ. സോ എനിക്ക് നേരിട്ടത് ഇനി ആർക്കും നേരിടാൻ പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. സോ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ നോക്കുക എല്ലാ ദിവസവും, ചെറിയ രീതിയിലെങ്കിലും. ഒരിക്കലും ഒരു ഓവർലോഡ് കൊടുക്കാൻ പാടില്ല ബ്രെയിനിന്. സോ ഹാക്ക് ചെയ്യുക ബ്രെയിനിനെ, എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്ത് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എല്ലാ ദിവസവും. ഞാനും എന്നെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ജേർണിയിൽ ഒരുമിച്ച് പോകാം. സോ ഗൈസ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവില്ല, കുറേ കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ പിന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ചെയ്യാൻ പറ്റിയില്ലെന്ന് വരില്ല. നമ്മളുടെ മൈൻഡ് കൈവിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് കൈവിട്ട് പോയെന്ന് തന്നെ അർത്ഥം. സോ ഗൈസ്, പെണ്ണ്, പണം ഇതൊന്നും അല്ല ലൈഫിൽ ഏറ്റവും വലുത്. സമാധാനമാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം, പ്രൊഡക്റ്റീവായിട്ട് ടൈം യൂസ് ചെയ്യണം, ടൈമിനെ നല്ല ടൈം മാനേജ്മെൻറ്റ് കണ്ടെത്തണം, ലൈഫിൽ പ്രൗഡായിട്ടുള്ള മൊമെൻറ്റ്സുകൾ കീപ്പ് ചെയ്യാൻ നോക്കണം, അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. സോ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും എൻജോയ്മെൻറ്റ് മാത്രമല്ല, അതൊരു സഫറിങ്ങും കൂടെയാണ്. സോ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ലൈഫ്. സോ നിങ്ങളെ ലൈഫിനെ അങ്ങനെ കാണാൻ പഠിക്കണം. ഇവിടെ പറയാൻ തക്കതായിട്ടുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. എൻ്റെ ചെറിയ ഹാർട്ട് ബ്രേക്കുകൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. അവളിനി വരും എന്നോർത്ത് നിന്നിട്ട് ഒരു കാര്യമില്ല. ഇല്ലെങ്കിൽ അവൻ പോയി, എനിക്ക് ഫ്രണ്ട്സ് ഇല്ലാണ്ട് അത് ചെയ്യാൻ പറ്റില്ല. നിങ്ങളെന്നും ഒറ്റയ്ക്കാണ്. നിങ്ങൾ ഈ ഭൂമിയിലേക്ക് ഒറ്റയ്ക്കാണ് വരുന്നത്, നിങ്ങൾ അതുപോലെ തന്നെ തിരിച്ച് ഒറ്റയ്ക്കാണ് പോകുന്നത്. സോ അതെപ്പോഴും മൈൻഡിലുണ്ടാകണം. ആരും നമ്മളെ രക്ഷപ്പെടുത്താൻ വരില്ല. നമ്മൾ വേണം വർക്ക് ചെയ്ത് തുടങ്ങാൻ. സോ നാളെ തന്നെ, പരമാവധി ഇന്ന് തന്നെ. നാളെ തന്നെ എന്ന് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം ഇന്ന് നിങ്ങൾ ഇതെല്ലാം കേട്ട് ഇന്ന് തന്നെ എല്ലാം ചെയ്യാം, ഇന്ന് തന്നെ എല്ലാം തുടങ്ങാം, എല്ലാം ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നാളെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ പിന്നെ ടയേർഡാവും. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ഒരു ഇതുണ്ടാവില്ല. സോ ടൈം എടുത്തോ, പതുക്കെ. നാളെ
എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു സ്റ്റെപ്പ് വെച്ച് തുടങ്ങിക്കോ. ടൈമില്ല. ഇൻസ്റ്റയിൽ കുറേ മോട്ടിവേഷൻ സ്പീക്കേഴ്സുണ്ട്. അവർ എനിക്ക് തോന്നുന്നത് പണ്ടത്തെ പോലെ വെറുതെ വാചകം അടിക്കുന്നവരല്ല ഇപ്പോൾ ഉള്ളത്. ശരിക്കും ലൈഫ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഓൺ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അവർ പറയുന്നത്. അത് അവർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് പോവുകയാണ്. സോ നമുക്ക് അവരുടെ കൂടെ കൂടാം. ഈ ലൈഫ് വെറുതെ കളയാനുള്ളതല്ല. അത് പിടിച്ചേ മതിയാവും, ജീവിച്ചേ മതിയാവും. ചത്തുപോകാൻ ആർക്ക് വേണമെങ്കിൽ പറ്റും, ഏത് രീതിയിൽ ചാകാം. പക്ഷേ ജീവിക്കണമെങ്കിൽ അതിനൊരു ഗട്ട്സ് വേണം. അത് ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. സോ be a man. So stay hard. Thank you guys.